ഇവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കേരള രാഷ്ട്രീയം ഒരു പ്രത്യേക ചാലിലൂടെയാണ് കടന്നു പോകുന്നത്. വർഗീയ പ്രചാരണങ്ങളും വെല്ലുവിളികളും പ്രതികാര നടപടികളും അഴിമതി കേസുകളും എല്ലാം നടക്കുമ്പോൾ സമാധാനം ആഗ്രഹിക്കുന്ന സാധാരണ ജനങ്ങളിൽ വളരെയധികം ആശങ്കയാണ് ഉടലെടുക്കുന്നത്. ഇതിനിടയിൽ കുറെ യൂട്യൂബർമാർ അവരവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ആശങ്കപ്പെടുത്തുന്ന വ്യാജ വാർത്തകളും വർഗീയ പ്രചാരണങ്ങളും നടത്തുമ്പോൾ ഒരു സാധാരണക്കാരൻ ഏതാണ് യാഥാർത്ഥ്യം എന്നറിയാതെ കുഴങ്ങുകയാണ്. മതേതര സംസ്കാരത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനമാണ് കേരളം. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഉയർന്നു നിൽക്കുന്ന ജനതയുടെ മാനസിക നില തകർക്കാനും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും അതിലൂടെ വളരാനും രാഷ്ട്രീയക്കാർ ആസൂത്രിത പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ഭാവിക്ക് വലിയ അപകടമാണ് വരാനുള്ളത് എന്നതിന്റെ സൂചനയായി നമുക്ക് കാണാവുന്നതാണ്. ഇതിന്റെ എല്ലാം ഫലം അനുഭവിക്കേണ്ടി വരുന്നത് അടുത്ത തലമുറയാണ്. ഈ തലമുറ ചെയ്തു കൂട്ടുന്ന എല്ലാത്തിൻ്റെയും ഫലം അടുത്ത തലമുറയ്ക്ക് വലിയ ഭവിഷ്യത്തായിട്ട് വന്നു ചേരും. കാലങ്ങളായി ഇടത് വലത് രാഷ്ട്രീയമാണ് കേരളത്തിൽ മാറി മാറി ഭരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിലേക്ക് കേന്ദ്രം ഭരിക്കുന്ന BJP ഇടം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് കാര്യങ്ങൾ വഷളാവാൻ ഇപ്പോൾ കാരണമെന്ന് പറയേണ്ടതുണ്ട്. 100 കൊല്ലത്തിലധികമായി എന്ന് പറയപ്പെടുന്ന RSSും അവരുടെ രാഷ്ട്രീയ സംഘടനയായ BJPയും ഇക്കാലം അത്രയും പണിയെടുത്തിട്ടും കേരളത്തിൽ 3 സീറ്റ് കടക്കാൻ കഴിയാത്ത നിരാശ അവരെ വല്ലാതെ വയലന്റ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് വടക്കേ ഇന്ത്യൻ ശൈലിയിൽ കേരളത്തെയും വർഗീയമായി ഭിന്നിപ്പിച്ച് അതുവഴി കൂടുതൽ സീറ്റുകൾ നേടാം എന്നവർ കണക്ക് കൂട്ടുന്നു. അതിനുവേണ്ടി അവർ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ BJP ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, പകരം അതൊരു കോർപ്പറേറ്റ് കമ്പനിയാണ്. അവർക്ക് മതമില്ല, വർഗമില്ല, ജനങ്ങളില്ല, ഒന്നുമില്ല. അവരുടെ ആവശ്യങ്ങൾക്കായി രാജ്യത്തെ ഭരണയന്ത്രങ്ങളെയും മീഡിയകളെയും ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ നടക്കുന്ന വികസനങ്ങൾ പോലും അടിസ്ഥാന തലത്തിലല്ല, മറിച്ച് അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവർക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, അത് കൊടുത്ത് എന്തും വിലയ്ക്ക് വാങ്ങാം എന്നവർ കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ അടിസ്ഥാന വർഗം എപ്പോഴും ദരിദ്രരായി കഴിയേണ്ടി വരുന്നത്. ഈ കോർപ്പറേറ്റ് കമ്പനി ഒരു രാജഭരണത്തിന്റെ എല്ലാ ലക്ഷണവും ഒത്താണ് സംസ്ഥാനങ്ങളും കേന്ദ്രവും ഭരിക്കുന്നത്. രാജാക്കന്മാരെ വാഴ്ത്തുന്നത് പോലെ ഭരണ നേതാക്കൾക്ക് അവരുടെ അണികൾ സ്തുതി പാടുന്നു. അതുപോലെ തന്നെ പാലഭിഷേകം നടത്തുന്നു. അവർ എന്ത് തെറ്റ് ചെയ്താലും ഇവർക്ക് അതൊന്നും പ്രശ്നമല്ല, അതിനെ ന്യായീകരിച്ച് വെളുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ രാജഭരണത്തിന് ഒരു കുഴപ്പമുണ്ട്. അവരെ സംബന്ധിച്ച് നിലാംവെട്ടത്ത് വാഴയില അനങ്ങുന്നത് പോലും ഭയമാണ് എന്നുള്ളതാണ് വാസ്തവം. അത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഭൂതമാണെന്ന് അവർ വിശ്വസിച്ച് അതിനെ വേട്ടയാടാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ തെളിവായി കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരാൾ തനിയെ ഉണ്ടാക്കിയ ഒരു ഇൻസ്റ്റാഗ്രാം വാഴയിലെ ഭയന്ന് രാജ്യം ഭരിക്കുന്ന BJP അതിൻ്റെ പിന്നാലെ നടന്ന് അതിനെ തകർക്കാനും പേജ് ഡിലീറ്റ് ചെയ്യാനും ശ്രമിക്കുമ്പോൾ ഈ ഭരണകക്ഷി എത്ര ദുർബലമാണ്, എത്ര ഭീരുക്കളാണ് ഇതിനെ നയിക്കുന്നവർ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തിനാണ് ഇവർ എല്ലാത്തിനെയും ഭയക്കുന്നത്? അതിന് കാരണമായി കണ്ടെത്താവുന്നത് BJP എന്നത് മനുഷ്യരിലെ വിശ്വാസങ്ങളെ വഞ്ചിച്ച് നിലനിൽക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് മാത്രമാണ്. ഈ വഞ്ചന എക്കാലത്തും തുടരാൻ കഴിയില്ല എന്ന് അവർ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കെതിരെ വരുന്ന എന്തിനേയും അവർ തകർക്കാനാണ് ശ്രമിക്കുന്നത്. ഇവർ മതത്തെയും വിശ്വാസത്തെയും ചൂഷണം ചെയ്ത് വളർന്നത് എല്ലാവരെയും അമ്പരപ്പിക്കുമ്പോഴും ഈ ചൂഷണത്തിൽപ്പെട്ടതിൽ താനുമുണ്ടെന്ന് സമ്മതിക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഈ ചൂഷണത്തിൽപ്പെട്ടവരാണ്. ഇത് നമ്മൾ അറിയാത്തതാണ്. ഈ ചൂഷണത്തിൽപ്പെട്ടവരാണ് എന്ന് പറയുന്നത് ചാനലുകളിലോ മറ്റ് സോഷ്യൽ മീഡിയകളിലോ അതല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിലൂടെയൊക്കെ ആരെങ്കിലും വർഗീയമായി സംസാരിക്കുന്നത് കേട്ടാൽ നമ്മൾ അവിടെ ചെവി കുറിപ്പിച്ച് ഇരിക്കുകയാണ്. ഇതിലൂടെ നമ്മുടെ മനസ്സ് ഒരു പ്രത്യേക തലത്തിലൂടെ കടന്നു പോവുകയാണ്. നാം സ്വയം അളക്കുന്നു. നമ്മുടെ മതം ഏതാണ്, നമ്മുടെ വർഗം ഏതാണ് എന്നൊക്കെ നാം സ്വയം ചിന്തിക്കുന്നു. അതിനനുസരിച്ചാണ് പിന്നീട് നമ്മുടെ പ്രവർത്തികൾ ഉണ്ടാവുന്നത്, നമ്മുടെ വോട്ടുകൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ ചൂഷണത്തിന് ഇരയാണ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും പറയുന്നത് നമ്മളെല്ലാവരും മതേതരന്മാരാണെന്ന്. എന്നാൽ അതല്ല, ഇത്തരം വർഗീയമായ ചേരിതിരിവുകളിൽ നമ്മളും കക്ഷിയാവുകയാണ്. ഈ വർഗീയ ചൂഷണത്തിലൂടെ BJP വളരുന്നത് കണ്ട് ചുളിവിൽ ഭരണം നേടാനും വളരാനും സാധ്യതയുള്ള ഒരു വളമായി കണ്ടുകൊണ്ട് ഇന്ത്യയിലെ സകല പാർട്ടികളും ഈ വളം ഇപ്പോൾ ആവശ്യത്തിലധികം സമൂഹത്തിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതാണ് മതേതര കേരളത്തെ ഇന്ന് പുഴുക്കത്തിലേക്ക് എത്തിച്ച രോഗിയായി മാറ്റിയിരിക്കുന്നതിന് കാരണവും. ഇവിടെ ഇപ്പോൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും മാത്രമേ ഉള്ളൂ. മനുഷ്യരെല്ലാം മരിച്ചു കഴിഞ്ഞു. മതേതര കമ്മ്യൂണിസം പറഞ്ഞ് നടന്ന കമ്മ്യൂണിസ്റ്റുകൾ ഇന്ന് മുഴുത്ത വർഗീയവാദികളാണ് എന്ന് പറയേണ്ടതുണ്ട്. അവർ ഹിന്ദുക്കളുടെ ശബരിമല എന്ന സെൻസിറ്റീവ് പോയിന്റിൽ കയറി കൊള്ളയടി വരെ നടത്തിയിരിക്കുകയാണ്. അതിനുള്ള ധൈര്യം മറ്റു ഒരു പാർട്ടിക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുക്കളെ
വർഗീയ ചേരിയിലേക്ക് എറിഞ്ഞു കൊടുത്തിരിക്കുന്നു. ക്രിസ്ത്യാനി സഭകളെ വർഗീയ വിഷം ഛർദ്ദിപ്പിക്കാൻ അവർ പ്രോത്സാഹിപ്പിക്കുന്നു. കേരളം ഇങ്ങനെയാവുന്നതിന്റെ കാരണവരായി പ്രവർത്തിച്ചത് പിണറായി വിജയനാണെന്ന ചരിത്രം രേഖപ്പെടുത്തുമെന്ന കാര്യം ഉറപ്പാണ്. ഈ വർഗീയ ചേരിതിരിവിലൂടെ 10 വർഷം തന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയ പിണറായി വിജയൻ ഈ കാലയളവിൽ തന്റെ ആസ്തികൾ വർദ്ധിപ്പിക്കാനാണ് ശ്രമിച്ചത്. അതിനുവേണ്ടി അദ്ദേഹം സ്വന്തം പാർട്ടിയെ പോലും തന്റെ കാൽ കീഴിലാക്കുകയാണ് ചെയ്തത്. അണികളെ വെറും തൊഴിലാളികളായി കാണുകയും താൻ പറയുന്നതനുസരിച്ച് മാത്രം ചലിക്കുന്ന ഒരു യന്ത്രമായി കൊണ്ടു നടക്കുകയാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ ആസ്തികൾ പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്കെത്തുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ വീടുകളും ഓഫീസുകളും എൻഫോഴ്സ്മെന്റ് റെയ്ഡിലാണ്. 10 കൊല്ലം കേരളം ഭരിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ കിടക്കപ്പായിൽ നിന്നും വിളിച്ചെഴുന്നേൽപ്പിച്ച് ഉടുത്തുണി പോലും അഴിച്ചിട്ട് റെയ്ഡ് ചെയ്യുക എന്നത് അയാളെ സംബന്ധിച്ച് ഏറ്റവും നാണം കെട്ട കാര്യമാണ് എന്ന് ചിന്തിക്കാനുള്ള ശേഷി പിണറായി വിജയന് ഇല്ലെങ്കിലും അതിനുള്ള കഴിവ് അദ്ദേഹത്തിൻ്റെ അണികൾക്കുണ്ട്. അതുകൊണ്ടാണ് അവർ പല്ല് പോലും തേക്കാതെ റെയ്ഡ് ചെയ്യുന്ന പിണറായി വിജയന്റെ വീടുകൾക്ക് മുന്നിൽ പ്രതിഷേധവുമായി തടിച്ചുകൂടിയിട്ടുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിൽ അവർ സ്ഥിരം പ്രതിഷേധത്തിലാവും. തങ്ങളുടെ രാജാവിൻ്റെ രാജകൊട്ടാരങ്ങൾ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് ചെയ്തതിൽ അവർ വളരെയധികം നിരാശരാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ പാവങ്ങൾ ഇങ്ങനെ തടിച്ചുകൂടുന്നത് എന്ന് പറയേണ്ടതുണ്ട്. എന്നാൽ ഒരു മുഖ്യമന്ത്രി ഒരു സംസ്ഥാനം ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് സംസ്ഥാനത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ പിണറായി വിജയൻ വിജയിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം ഈ അണികൾ വരും ദിവസങ്ങളിൽ ഹർത്താലുകൾ നടത്തേണ്ടതും പ്രതിഷേധ സമരങ്ങൾ നടത്തേണ്ടതും. അദ്ദേഹം ഈ കാലയളവിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാവിധ അഴിമതികളും അന്വേഷണ പരിധിയിൽ പെടാൻ പോവുകയാണ്. ഇതിലൂടെ പിണറായി വിജയൻ അറസ്റ്റിലാവും എന്നൊന്നും ഞാൻ പറയുന്നില്ല. റെയ്ഡ് എന്നത് ഒരു സാധാരണ സംഭവമാണ്. സമ്പത്തുള്ള ആരുടെയും മുന്നിൽ എൻഫോഴ്സ്മെന്റ് എത്തിയേക്കാം. എന്നാൽ കൃത്യമായ കണക്കുകളും കാര്യങ്ങളും അവരെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. എന്നാൽ പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ മകൾക്കോ അതിന് കഴിയുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കുറഞ്ഞ കാലമെങ്കിലും ജയിലിൽ കഴിയേണ്ടി വരും എന്ന് പറയേണ്ടതുണ്ട്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.